നിങ്ങളുടെ ഐഫോണിൽ കണ്ടിന്യൂസ് ആയി പ്രോബ്ലംസ് വരുന്നുണ്ടോ? എന്നാൽ ഇത് ശരിയാക്കാൻ ഏതെങ്കിലും ഒരു കടയിൽ കൊണ്ടുപോയി കൊടുക്കരുത്. ഉറപ്പായും പണി കിട്ടും. നിങ്ങളുടെ ഫോണിലെ പ്രശ്നം എന്തുമായിക്കോട്ടെ, ഡിസ്പ്ലേ ചേഞ്ച്, ബാറ്ററി ചേഞ്ച്, ബോർഡ് സർവീസ്, ബോർഡ് സ്വാപ്പിംഗ്, അൺനോൺ പാർട്ട് മെസ്സേജ്, അങ്ങനെ 99% ഐഫോൺ പ്രോബ്ലംസും ഇവിടെ സോൾവ് ചെയ്ത് തരുന്നുണ്ട്. മാത്രമല്ല 30 ദിവസത്തെ സർവീസ് വാറണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഓൾവേസ് ചൂസ് റോയൽ കൊച്ചിൻ മൊബൈൽസ്. ഇടക്കൊച്ചിയിലെ വേലിയേറ്റ വെള്ളക്കെട്ടിന് പരിഹാരമാവുന്നു. താൽക്കാലിക തടയണയുടെ നിർമ്മാണം ചൊവ്വാഴ്ച ആരംഭിക്കും. ഇടക്കൊച്ചിയിൽ കായൽ വേലിയേറ്റ വെള്ളക്കെട്ടിന് പരിഹാരമാവുന്നു. നിലവിൽ 250 മീറ്ററോളം സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണമാണ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. കൗൺസിലർമാരുടെ ആവശ്യം പരിഗണിച്ച് ജില്ലാ കളക്ടർ അനുവദിച്ച ദുരന്ത നിവാരണ ഫണ്ട് ഉപയോഗിച്ചുള്ള താൽക്കാലിക തടയണയുടെ നിർമ്മാണം ചൊവ്വാഴ്ച തുടങ്ങുമെന്ന് കൗൺസിലർ ജീജ ടെൻസൻ പറഞ്ഞു. വേലിയേറ്റ ദുരിതത്തിലായ ഇടക്കൊച്ചി കമ്പനിപ്പുറമ്പ് ഭാഗം, കുട്ടിക്കൃഷ്ണൻ വൈദ്യർ റോഡ്, അംബേദ്കർ റോഡ് എന്നിവിടങ്ങളിലാണ് കായൽ വേലിയേറ്റ വെള്ളക്കെട്ട് മൂലം ജനങ്ങൾ ദുരിതമനുഭവിക്കുന്നത്. ഈ പ്രദേശങ്ങളിലേക്ക് തുറന്നു കിടക്കുന്ന വലിയ കനാലുകൾ വഴിയാണ് കായൽ വെള്ളം ഒഴുകിയെത്തുന്നത്. ഇറിഗേഷൻ വകുപ്പ് നടപ്പിലാക്കുന്ന സ്ലൂയിസുകൾ ടെൻഡർ നടപടിയായിട്ടുണ്ട്. ഇറിഗേഷൻ വകുപ്പിന്റെ സ്ലൂയിസ് നിർമ്മാണം താമസിക്കുന്നതിനാലാണ് താൽക്കാലിക തടയണയ്ക്കായി കളക്ടർ പണം അനുവദിച്ചത്. പ്രദേശത്തെ വേലിയേറ്റ ദുരിതം മനസ്സിലാക്കി മേയർ ചെറുതും വലുതുമായ 7 സ്ലൂയിസുകൾക്ക് അനുമതി നൽകിയതായി നഗരസഭാ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർമാൻ വി എസ് ശ്രീജിത്ത് പറഞ്ഞു. ടെൻഡർ നടപടിയിലായ പ്രവൃത്തിയും താമസിയാതെ ആരംഭിക്കാനാകുമെന്ന് വി എസ് ശ്രീജിത്ത് വ്യക്തമാക്കി. ഇറിഗേഷന്റെയും നഗരസഭയുടെയും പ്രവൃത്തി പൂർത്തീകരിക്കുന്നതോടെ പ്രദേശത്തെ വെള്ളക്കെട്ടിന് പരിഹാരമാകുമെന്ന് ജീജ ടെൻസൻ പറഞ്ഞു. ഇത് 2021 നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നത്. കാരണം ഇവിടെ അതിരൂക്ഷമായ വേലിയേറ്റ പ്രദേശമായിരുന്നു. നാട്ടുകാരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ഏകദേശം 250 മീറ്റർ നീളത്തിൽ കരിങ്കൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിട്ടുള്ളത്. ഇറിഗേഷൻ വകുപ്പിൻ്റെ 2 വലിയ സ്ലൂയിസ് നിർമ്മാണമുണ്ട്. അപ്പോൾ അതിന് താമസം നേരിടുമെന്നതിനാൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഫണ്ട് വിനിയോഗിച്ച് താൽക്കാലിക തടയണ നിർമ്മിക്കുന്നുണ്ട്. അത് തിങ്കളാഴ്ച അതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യും. അതുകൂടാതെ കോർപ്പറേഷൻ്റെ ചെലവിൽ തന്നെ മേയറോട് നിരന്തരമായി അഭ്യർത്ഥിച്ചതിൻ്റെ വെളിച്ചത്തിൽ 5 ചെറിയ സ്ലൂയിസുകളും 2 വലിയ സ്ലൂയിസുകളുടെ നിർമ്മാണം അടുത്ത് തന്നെ തുടങ്ങും. അത് ടെൻഡർ നടപടിയിലാണ്. ഒരു പരിധിവരെ ഏകദേശം 90% പരിഹരിക്കാൻ സാധിക്കും. ഇറിഗേഷൻ വകുപ്പിൻ്റെ തടയണ വരുമ്പോൾ ശാശ്വതമായിട്ട് ഇതിന് പരിഹാരം വെള്ളം സാധിക്കും. അതെല്ലാം ഇപ്പോൾ ഒരു കോർപ്പറേഷൻ്റെ ഒരു ഫയൽ തയ്യാറാക്കി ടെൻഡറിലിട്ടിട്ടുണ്ട്. അതിൽ ചെറിയ കാനലിലേക്ക് പോകുന്നതിലും സ്ലൂയിസ് നിർമ്മിക്കും. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.